ദോഷം നിരൂപിക്കുന്നവർ ഹൃദയത്തിൽ ചതിയുമുണ്ട്, എന്നാൽ സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നാം മറ്റുള്ളവരെക്കുറിച്ച് ദോഷം നിരൂപിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുകയില്ല, ഉള്ള സന്തോഷം കൂടി നഷ്ടപ്പെട്ടു പോകും. ഇതൊരു സത്യമാണ്. ദോഷം നിരൂപിച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് മറ്റുള്ളവരെക്കുറിച്ച് സമാധാനം പറയാൻ പറ്റുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ, ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. ഇന്ന് സ്ഥാപനങ്ങളിൽ, കുടുംബങ്ങളിൽ, ഏറ്റവും അടുത്ത ബന്ധക്കാരുടെ ഇടയിൽ, എന്തിന് ക്രിസ്തീയ സഭകളിൽ പോലും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നു, മറ്റുള്ളവരുമായി സമാധാനത്തിന് തയ്യാറല്ല. എൻ്റെ പ്രിയരെ, അങ്ങനെയെങ്കിൽ മകനെ നിനക്ക് ശാശ്വത സന്തോഷം കിട്ടുകയില്ല. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെ മറ്റുള്ളവർക്കും സമൂഹത്തിലും കുടുംബത്തിലും സമാധാനം ഉണ്ടാക്കണം. ഞാൻ മൂലം ആർക്കും ഒരു അസമാധാനം വരരുത്, ഞാൻ മൂലം ആർക്കും ഒരു അസന്തുഷ്ടി വരരുത്. അങ്ങനെയാണ് നമ്മുടെ ചിന്തയെങ്കിൽ ദൈവം നമുക്ക് സന്തോഷം തരും.